ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയത്തിലെ 62ാമത്തെ ദശകം നോക്കാം. 61ാമത്തെ ദശകത്തിൽ കൃഷ്ണൻ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിച്ച ഒരു ലീലയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുശേഷം ഭഗവാൻ ഗോവർദ്ധന പർവ്വത പ്രദേശത്ത് നടത്തുന്ന പൂജയും അതിനെ കുറിച്ചുള്ള ആ ഒരു ലീലയാണ് ഗോവർദ്ധന ലീല. വളരെ പ്രസിദ്ധമാണ്. അതിൽ തന്നെ ഈ ഒരു ദശകത്തിൽ ആ ഗോവർദ്ധന പൂജയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വർഷം തോറും ഗോപന്മാരും അതുപോലെ നന്ദഗോപരും അവരെല്ലാവരും ഇന്ദ്രനെ യാഗം നടത്തി ഇന്ദ്രപ്രീതിക്കായിട്ട് യാഗം നടത്തുക പതിവായിരുന്നു. അപ്പോൾ ധാരാളം നന്നായിട്ട് മഴയൊക്കെ വരും. അപ്പോൾ ആ ഒരു പർവ്വത പ്രദേശത്തുമൊക്കെ പുല്ലുകളും സസ്യങ്ങളുമൊക്കെ നന്നായിട്ട് വളരും. അതാണ് അതിൻ്റെ ഒരു പിന്നിലെ തത്വം. അപ്പോൾ അത് ഒരു രീതിയിൽ ശരി തന്നെയാണ്. നമ്മൾ പ്രകൃതിയെ പൂജിക്കണം, പ്രകൃതിയെ ദേവന്മാരെ പൂജിക്കുക എന്നൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ദ്രന് ഇതിൽ കുറച്ച് അഹങ്കാരമുണ്ട് എന്ന് കൃഷ്ണന് മനസ്സിലായി. അതുകൊണ്ട് ഇന്ദ്രൻ്റെ അഹങ്കാരം കുറച്ച് അടക്കണം എന്ന് ഭഗവാൻ വിചാരിക്കുകയും ഭഗവാൻ വളരെ നിഷ്കളങ്കമായിട്ട് ഒന്നും അറിയാത്ത പോലെ അച്ഛനോട് നന്ദഗോപരോട് ചോദിച്ചു, ഈ ഒരുക്കമെല്ലാം എന്തിനാണ് അച്ഛ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് മഴ വേണം, നമ്മുടെ ഈ സസ്യലതാദികളൊക്കെ നന്നായിട്ട് വളരാൻ മഴ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് ഇന്ദ്രന് യാഗവും പൂജയും ഒക്കെ നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് ഗീത തന്നെ പറയുന്നുണ്ട്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭാഹ. പർജന്യം മഴയാണ്. അത് വരുന്നത് മഴയൊക്കെ യഥാസമയങ്ങളിൽ വരുന്നത് പലതരം യജ്ഞങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ മഴ തരുന്നത് ഇന്ദ്രനാണെന്നും ഇന്ദ്രനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ യാഗാദി കർമ്മങ്ങൾ ഇന്ദ്രൻ പ്രീതിക്കായിട്ട് നടത്തണം എന്നാണ് അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം നന്ദഗോപരുടെ ഈ വാക്കുകൾ കേട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാടുകളിലൊക്കെ ഇഷ്ടം പോലെ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ വളരുന്നില്ല, അവിടെ ആരെങ്കിലും യാഗം നടത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കാട്ടിൽ മഴ പെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ നന്ദഗോപർക്ക് ഉത്തരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്, നമ്മൾ ശരിക്കും പ്രകൃതിയാണ് പൂജിക്കേണ്ടത്, അല്ലാതെ ഇന്ദ്രനെ പൂജിക്കുന്നതിനേക്കാളും നമ്മൾ പൂജിക്കേണ്ടത് പ്രകൃതിയാണ്. ആ പ്രകൃതിയല്ലേ നമുക്ക് പുല്ലും സസ്യങ്ങളുമൊക്കെ യഥാസമയം തരുന്നതുമൊക്കെ. അപ്പോൾ നമുക്ക് ഈ പർവ്വതം, അവിടെ ഒരു ഗോവർദ്ധന പർവ്വതമുണ്ട്. ആ പർവ്വത പ്രദേശത്താണ് ഗോപന്മാരുടെ പശുക്കളുമൊക്കെ മേഞ്ഞ് നടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ഗോവർദ്ധന പർവ്വതത്തെയാണ് നമ്മൾ പൂജിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ നന്ദഗോപരും ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ്, അപ്പോൾ നമുക്ക് എന്നാൽ ഇപ്രാവശ്യം ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഒരു കാര്യം ആലോചിച്ചാൽ നമ്മൾ പ്രകൃതിയെ എത്രത്തോളം സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഈ ഒരു ലീലയിലൂടെ ഭഗവാൻ നമുക്ക് തരുന്നത്. അതായത് പരിസ്ഥിതിക്ക് എത്ര പ്രാധാന്യം കൊടുക്കണം. ദേവന്മാരെ പൂജിക്കുന്നതിനേക്കാളും പ്രാധാന്യം കൂടുതലാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു വലിയ തത്വമാണ് ഈ ഒരു ഗോവർദ്ധന പൂജയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പർവ്വത പ്രദേശങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം, ഈ ഒരു പരിസ്ഥിതിയിലെ എല്ലാം കുന്നും മലകളും പർവ്വതങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നിലനിന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു പരിസ്ഥിതിയുടെ ആ ഒരു സന്തുലനാവസ്ഥ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പം പ്രകൃതി നമുക്ക് ഒപ്പം നിൽക്കണമെങ്കിൽ ഈ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് അന്ന് വളരെ 5000 വർഷം മുമ്പ് തന്നെ ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞു വെച്ചത് നമ്മൾ കാണുന്നു. അപ്പോൾ കൃഷ്ണൻ ഒരു പരിസ്ഥിതിവാദി തന്നെയാണ് നല്ല. അപ്പോൾ ഗോവർദ്ധന ആ ലീലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭഗവാന്റെ ആ ഒരു പരിസ്ഥിതിയോടുള്ള ആ ഒരു സ്നേഹമൊക്കെയാണ്.
പിന്നെ അപ്പോൾ ഭഗവാൻ പറയുന്നത് നമുക്ക് ഗോവർദ്ധന പൂജ ചെയ്യണം. പിന്നെ ഗോവർദ്ധന പർവ്വതത്തെ നമുക്ക് ഒരുപാട് തവണ പ്രദക്ഷിണം വയ്ക്കണം. അതൊരു നമുക്കൊരു ആദരവ് ബഹുമാനത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇന്നും ഗോവർദ്ധന അവിടെ നമ്മൾ വൃന്ദാവന പ്രദേശത്തൊക്കെ വൃന്ദാവനമൊക്കെ സന്ദർശിക്കുന്നവർക്കറിയാം ഗോവർദ്ധന പൂജയും അതൊക്കെ ഇപ്പോഴും ഇന്നും വളരെ ഭക്തിപൂർവ്വം നടത്തിക്കൊണ്ടുവരുന്നു. മാത്രമല്ല അവിടെ ആ ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് ഇന്നും ഒരു വലിയ ഒരു ചടങ്ങാണ്. ഒരു ആദരവായിട്ടാണ് ഇന്നും ബഹുമാനപൂർവ്വം ഇന്നും നടത്തി വരുന്നുണ്ട്. പിന്നെ അപ്പം നമ്മൾ സാധാരണ ഒരു യാഗമൊക്കെ നടത്തുമ്പോൾ ഒരു ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന നെയ്യും ഹവിസും ഒക്കെ അതിൽ ചാമ്പലായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് ആ ദേവൻ അത് സ്വീകരിച്ചു എന്ന് നമ്മൾ വിചാരിക്കുക. എന്നാൽ ഇവിടെ ഭഗവാനും നന്ദഗോപരും ഗോപന്മാരും ഒക്കെ ഗോവർദ്ധന പൂജയായിട്ട് നടത്തിയ ആ ഒരു പൂജയിൽ പർവ്വതരാജൻ തന്നെ ചെറിയ രൂപത്തിൽ വന്ന് നിന്ന് ഈ നിവേദ്യങ്ങളൊക്കെ ഭക്ഷിച്ചു എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ശരിക്കും കൃഷ്ണൻ തന്നെയാണത്ര ആ പർവ്വതരാജൻ്റെ രൂപത്തിൽ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കൃഷ്ണൻ എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് അടുത്തിരുന്ന് പറയുന്നത്, ഇപ്പോൾ മനസ്സിലായോ ഞാൻ പറഞ്ഞത് കളവല്ല എന്ന്. ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചാൽ പർവ്വതം തന്നെ വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് മനസ്സിലായി. ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ടില്ലേ, പർവ്വതം തന്നെ നമ്മുടെ നിവേദ്യങ്ങൾ സ്വീകരിക്കാൻ വന്നത് കണ്ടില്ലേ എന്ന് അവരോട് പറയുന്നു. അപ്പോൾ ഇനി ഈ പർവ്വതം ഈ ഇന്ദ്രൻ നമ്മളെ യാഗം നടത്താതിരുന്നാൽ ഇന്ദ്രൻ കോപിച്ചാലും പർവ്വതരാജൻ നമ്മളെ രക്ഷിക്കുമെന്ന് മനസ്സിലായില്ലേ എന്ന് ഭഗവാൻ അവരോട് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ കൃഷ്ണനാണ് ഇന്ദ്രന് പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള യാഗം മുടക്കിയത് എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കിയപ്പോൾ ഇന്ദ്രന് കോപം വന്ന് ആ സമയത്ത് പക്ഷേ ഇന്ദ്രൻ്റെ കോപം അടക്കാൻ വേണ്ടി ഭഗവാൻ തുറന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഭഗവാൻ ഇന്ദ്രനറിയാം ഇന്ദ്രപദവി എനിക്ക് തന്നത് തന്നെ വൈകുണ്ഠവാസിയായ ഭഗവാനാണെന്നും കൃഷ്ണനാണെന്നും അതെല്ലാം അറിഞ്ഞിട്ടും ഇന്ദ്രന് കൃഷ്ണനോടും ദേഷ്യവും കോപവും ഒക്കെ തോന്നി. അപ്പോൾ ഗോകുലം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ മേഘങ്ങളെയൊക്കെ അണിനിരത്തി വരുണദേവനെയും അഗ്നിദേവനെയും വായുദേവനെയും ഒക്കെ ഒരു സൈന്യ ബലത്തോടുകൂടി അവരുടെയൊക്കെ സഹായത്താൽ സൈന്യബലത്തോടുകൂടി അണിനിരന്നു. തുടർന്ന് ഇന്ദ്രൻ മേഘങ്ങളെ അണിനിരത്തി വർഷം ഇരുട്ടും ഇടിയും മിന്നലും ഒക്കെ ആകാശത്ത് കണ്ട് ഗോപന്മാർ പരിഭ്രമിച്ചു. അപ്പോൾ കൃഷ്ണനെ അഭയം പ്രാപിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ബ്രാഹ്മണരെ രക്ഷിച്ച ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിച്ച ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിൽ ഒരു കാരുണ്യവും വരുത്തില്ല. അത് ഗോവർദ്ധന പർവ്വതം തന്നെ നമ്മളെ രക്ഷിക്കും. അപ്പോൾ കൃഷ്ണൻ അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനാണല്ലോ ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പറയുന്നു എന്നിട്ട് ഗോപന്മാരോട് പറയുന്നത്, നിങ്ങൾ ഭഗവാനെ ശരണം പ്രാപിക്കൂ, ഗോവർദ്ധന പർവ്വതത്തെ പൂർണ്ണമായിട്ടും നിങ്ങൾ ശരണം പ്രാപിക്കൂ, പ്രാർത്ഥിക്കൂ. അപ്പോൾ ഗോവർദ്ധന പർവ്വതം നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനാണ് ഭഗവാൻ തുനിഞ്ഞത്. അപ്പോൾ ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ തുനിഞ്ഞ ഭഗവാനോട് ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റണേ എന്ന് മേൽപ്പത്തൂരും പ്രാർത്ഥിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ലീല അടുത്ത ദശകത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ദശകം ഒന്ന് വായിക്കാം. 62 ദശകം ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗണേശായ നമ, സരസ്വതിയെ നമ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ആദ്യത്തെ നാരായണീയത്തെ ആദ്യത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാം. സാന്ദ്രാനന്ദാവബോധ
ബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. 62-ാം ദശകം ഗോവർദ്ധന പൂജ. ഗണേശായ നമ. ശ്രീകൃഷ്ണായ നമ. കഥാചിത് ഗോപാലാൻ വിഹിതമഘ സംഭാരവിഭവാൻ നിരീക്ഷത്വം ശൗരേ മഘവമധം ഉദ്വംസിതു മനാഹ വിജാനന്നപ്യേതാൻ വിനയമൃദുനന്ദാദിപശുപാൻ അപൃച്ഛക്കോവായം ജനക ഭവതാമുദ്യമ ഇതി ഭഭാഷേ നന്ദസ്ത്വാം സുതനനുവിധേയോ മഘവദോ മഘോ വർഷേ വർഷേ സുഖയതി സ വർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഹീതലേ വിശേഷാദസ്മാകം തൃണസലിലജീവ്യാ ഹി പശവഃ ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാൻ ആഹ സരസം ദിഗേതന്നോ സത്യം മഘവജനിതാ വൃഷ്ടിരിതി യത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദതേ ഇദം താവത് സത്യം യദിഹ പശവോ നഃ കുലധനം തദാ ജീവ്യായാസൗ ബലിർ അജലഭർത്രേ സമുചിതഃ സുരേഭ്യോ അപ്യുത്കൃഷ്ട നനു ധരണി ദേവാക്ഷിതിതലേ തദസ്തേഭ്യാരാധ്യ ഇതി ജഗദിത ത്വം നിജജനാൻ ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേ അഭി പശുപാഃ ദ്വിജേന്ദ്രാൻ അർച്ചന്തോ ബലിം അദതുരുച്ഛൈക്ഷിതിഭൃതേ വ്യതുപ്രാദക്ഷിണ്യം സുഭൃശ മനമന്നാധരയുധാ സ്തുമാദശൈലാത്മാ ബലിം അഖില ആഭീരപൂരദഃ അവോജശ്ചൈവം താൻ കിമിഹ വിദതം മേ നിഗദിതം ഗിരീന്ദ്രോ നന്വേഷ സ്വബലിം ഉപഭുങ്ക്തേ സ്വവപുഷാ അയം ഗോത്രോ ഗോത്രദ്വിഷിച്ച കുപിതേ രക്ഷിതുമലം സമസ്താ നിത്യുക്ത ജഘൃഷുരഖിലാ ഗോകുലജുഷഃ പരിപ്രീതായാദാ ഖലു ഭവതുഭേദവ്രജജുഷോ വ്രജം യാവത്താവന്നിജ നിമഖവിഭംഗം നിശമയൻ ഭവന്തം ജാനന്യപി അധികരജസാ ആക്രാന്തഹൃദയോ നസേഹേ ദേവേന്ദ്രസ്ത്വദ് ഉപരജിതാത്മാനോ അതിരഭി മനുഷ്യത്വം യാധോ മധുഭിദപി ദേവേഷ്വവിനയം വിദത്തേ ചേന്നഷ്ട ത്രിദശസദശാം കോപി മഹിമാ തദശ്ചദ്വം ശിഷ്യേ പശുഭ ഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സഖിലമഘവാ ദുർമധനിധിഃ ത്വദ് ആവാസം ഹന്തും പ്രളയജലധാൻ അംബരഭുവി പ്രഹിന്വൻ ബിഭ്രാണ കുലിശമഭയ അഭ്രേ ഭഗമനഃ പ്രദസ്തേ അന്യൈർ അന്തർദഹനമരുദാദൈർ വിഹസിതോ ഭവന്മായാനൈവ ത്രിഭുവനപദേ മോഹയധികം സുരേന്ദ്രക്രുദ്ധശ്ചേത് ദ്വിജകരുണയാ ശൈലകൃപയാ അപ്യനാദംഗോ അസ്മാകം നിയത ഇതി വിശ്വാസ്യ പശുപാൻ അഹോ കിം നായാദോ ഗിരിഭിദിതി സഞ്ചിന്യപനിവസൻ മരുദ്ഗേഹാദീശ പ്രണുതമുരവൈരിന്മമ ഗതാൻ. ഓം ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഈ ഒരു ദശകം ഗോവർദ്ധന പൂജ ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം തത്സത്.